ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പഴം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് കനത്തിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ ഈ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നാൽ നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലേക്കൊന്ന് ചേർത്തെടുക്കുക. അത് ഒരു നേന്ത്രപ്പഴം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഈ പഴം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് വറുത്ത് കോരി വെക്കണം. ഇതിലേക്ക് കാഷ്യൂനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതും കൂടി ഒന്ന് വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യിൽ തന്നെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കുന്ന അതേ രൂപത്തിലൊന്ന് വറുത്തെടുക്കാം. അധികം കളർ മാറാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ സേമിയയുടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് വേവിച്ചെടുക്കുക. ഈ സേമിയ വേവിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അധികമായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇതേ രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പഞ്ചസാരയും മുട്ടയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. സേമിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക.
മിക്സാക്കി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാന് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മുടെ സേമിയയും പഴമൊക്കെയുള്ള കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഇത് ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കുക്കറിൽ വെച്ചും ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ചായപാത്രത്തിലും വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള മുന്തിരി ഇതിന് മേലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സെറ്റായതിന് ശേഷം തണുത്തതിന് ശേഷം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് ഇതേപോലെ ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് മാത്രം മതി, അതിനുള്ളിൽ തന്നെ ഇതൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ സേമിയയും പഴമൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.